കൂട്ടുകാർക്ക് മൈ സ്റ്റൈൽ കുക്കിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് തികച്ചും ഡിഫറെൻ്റ് ആയ ഒരു ഡിഷാണ്. പൊട്ടറ്റോയും മുട്ടയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് 3 തരത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ ഒരു ടൈപ്പിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പൊട്ടറ്റോയും മുട്ടയും വെച്ച് മാത്രമാണ് ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒലിവ് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ചെയ്യുന്ന കാരണം എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി എന്ന് വരില്ല. സ്പൈസി ആയിട്ട് ചെയ്തിട്ടുള്ളത്. കുരുമുളകൊക്കെ അത്രയും വേണ്ടെങ്കിൽ കുറച്ചോളൂ കേട്ടോ. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ പൊട്ടറ്റോയുടെ കൂടെ നമ്മുടെ സാധാരണ സവോളയോ ഉള്ളിയോ ആഡ് ചെയ്തിട്ട് പച്ചയ്ക്ക് തന്നെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് പിന്നെ പച്ചമുളകും വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ഓംലെറ്റ് അടിക്കുന്ന പോലെ തന്നെ ഇത്രയും തിക്കായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്താൽ സെയിം ഇതേപോലെ തന്നെ കിട്ടും. അത് നമ്മുടെ ആ ഒരു മലയാളീസിൻ്റെ ആ ഒരു ടേസ്റ്റിലേക്ക് വരുന്ന നല്ലൊരു ഡിഷായത്. അതല്ലെങ്കിൽ തേങ്ങയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ, അപ്പോൾ തേങ്ങ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് അങ്ങ് ഒഴിവാക്കിയിട്ട് ഒരു മുറി തേങ്ങ എന്ന് പറഞ്ഞാൽ 2.5 കപ്പ് തേങ്ങ ഉണ്ടാവും. അപ്പോൾ ഈ 2.5 കപ്പ് തേങ്ങയുടെ കൂടെ സവോളയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുരുമുളകൊക്കെ ഇട്ടിട്ട് എത്ര നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ബണ്ട് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് കാണിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ട ഐറ്റംസ് 3 മുട്ട, പിന്നെ 3 ഉരുളക്കിഴങ്ങ്, ഇത് പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന 3 ഉരുളക്കിഴങ്ങ്, പിന്നെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും എണ്ണയും വേണം. ആദ്യം നമുക്ക് ഈ പൊട്ടറ്റോ ഇങ്ങനത്തെ ഒരു ഗ്രേറ്ററിൽ നല്ലോണം ഒന്ന് ഉരച്ചെടുക്കാം. ചതച്ചിട്ടോ ഉടച്ചിട്ടോ എടുക്കണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ ഉരച്ചെടുക്കാം നമുക്ക്. മൂന്ന് പൊട്ടറ്റോയും ഗ്രേറ്റ് ചെയ്ത് എടുത്തു വെച്ചു. ഇനി ഈ മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമല്ല പൊട്ടറ്റോയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോഫ്റ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അമർത്തി കൊടുക്കണ്ട. ഇത് പുഴുങ്ങിയ പൊട്ടറ്റോ ആയതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു പോകും. അതുകൊണ്ട് സോഫ്റ്റായിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഗ്രേറ്റ് ചെയ്ത ടെക്സ്ചർ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ഇതൊന്നും കുഴഞ്ഞു പോയിട്ടില്ല. ഇനി ഇത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒലിവ് ഓയിലാണ്. ഇപ്പോൾ ഈ ഓയിൽ തന്നെ വേണമെന്നില്ല, പക്ഷേ ഈ ഓയിലായിരിക്കും ഈ ഒരു ഡിഷിന് കുറച്ച് മാച്ചായിട്ടുണ്ടാവുക. ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ എടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയുടെയും പൊട്ടറ്റോയുടെയും കൂടിയുടെ ആ ഒരു മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ നമുക്കിത് മൂടി വയ്ക്കാം. കുറച്ച് സമയമാകും ഇതൊന്ന് റെഡി ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റായി. ഇപ്പം തുറന്ന് നോക്കാം. ഇത് ഇവിടെയൊക്കെ നന്നായിട്ട് പൊട്ടലൊക്കെ പോയി ഉള്ളു വെന്തോന്നറിയില്ല. നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പം ഓഫ് ചെയ്തിട്ട് കുറച്ചൊന്ന് പകുതി ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഇത് മറിച്ചിടാം.
അപ്പോൾ ഇത് കുറച്ച് തണുത്തിട്ടുണ്ട്. ചൂടോടെ മറിച്ചിടാൻ പറ്റുമെങ്കിലും മറിച്ചിടാം. പക്ഷേ ഇത് ചൂടോടെ മറിച്ചിടുമ്പോൾ ചിലപ്പം കൈ പൊള്ളൽ കാരണം നമ്മൾ വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് തണുത്തിട്ട് മറിച്ചിടാമെന്ന് പറഞ്ഞത്. കണ്ടോ, ഇത് മറിച്ചിട്ട് നല്ല ബന്നു പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിം മതി. സ്പാനിഷ് ഓംലെറ്റിൻ്റെ ഒരു മെത്തേഡാണ് ഇത്. പക്ഷേ സ്പാനിഷ് ഓംലെറ്റ് ഇങ്ങനെയല്ല ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ സവോള, തക്കാളി അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് അത് വേറൊരു സ്റ്റൈലിലാണ് മെത്തേഡിലാണ് ചെയ്യുന്നത്. എണ്ണക്കകത്ത് ഫ്രൈ ചെയ്തിട്ട് പിന്നെ മുട്ടയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇത് വേറൊരു രീതി. ഇത് മറിച്ചിട്ടതിന് ശേഷവും ഇതേപോലെ ഒരു 10-15 മിനിറ്റ് കരിയാണ്ട് നോക്കണം. എന്നാൽ മാത്രമേ ഉള്ളു നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു ഒട്ടൽ പോലെ ഉണ്ടാവും. ചിലപ്പോൾ കുട്ടികളൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. അപ്പോൾ നല്ലോണം ഒന്ന് വേകാൻ വേണ്ടിയിട്ട് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ പതുക്കെ വേവിച്ചെടുക്കാം. 2 മിനിറ്റായി, ഇത്രയും മതി. നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ കാണുമ്പോൾ എന്തുപോലെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത് കാണുമ്പോൾ എന്താ നമ്മുടെ ഒരു കലത്തപ്പമില്ലേ, കണ്ണൂർ കലത്തപ്പം, ആ ഒരു ലുക്കായിരുന്നു. പക്ഷെ ഇത് മുറിച്ച് നോക്കുമ്പോൾ വേറൊരു ലുക്കായിരിക്കും. ഉണ്ടോ, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇത് തണുക്കട്ടോ. തണുത്തതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം.